ഓക്കെ, നമ്മുടെ കാര്യം വീട്ടുകാരോട് പറയാം. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നേ. ഓ സോറി, എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു. വാവ്, നൈസ് ഡ്രസ് ആകാശ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ടൈം നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഡ്രസ് ആയിരിക്കും ഇടുക, ഉറപ്പ്. അപ്പോ ഇപ്പൊ എന്നോട് പോകാനാ പറയുന്നേ? പിന്നല്ലാണ്ട് ഇപ്പൊ തന്നെ ഒത്തിരി നേരമായി. ഇനി വേഗം പോയിക്കോ. ഞാനിപ്പോ പോയിക്കോളാം, ആദ്യം നീ അകത്തേക്ക് ചെല്ലും. ഓക്കെ, ലവ് യു. ഗുഡ് നൈറ്റ്. ലവ് യു ടു. ഗുഡ് നൈറ്റ്. താങ്ക് യു ഗോഡ്. എന്റെ പ്രണയം എനിക്ക് നീ തിരിച്ചു തന്നല്ലോ. എന്താ മിഥുനേട്ടാ ഇത്? ഈ എന്തിനാ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നെ? ഇത് വീടാന്ന് തോന്നുന്നില്ല, ഹിമാലയത്തിലേക്ക് പോയ പോലെയുണ്ട്. അത് നല്ലതല്ലേ, ഫ്രീ ആയിട്ട് ഹിമാലയത്തിൽ പോയില്ലേ? കോമഡിയാണോ? നേരം വെളുത്തിട്ട് ചിരിച്ചോളാം. മേഘനെ, നല്ല തണുപ്പില്ലാതെ എനിക്ക് ഉറക്കം വരില്ലേ? ഇത്രയും കൂളിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. നീ ആ റിമോട്ട് ഇങ്ങതാ തരാൻ. മിഥുനേട്ടാ, അത് ഇത്രയും തണുപ്പത്ത് എങ്ങനെ കിടന്നുറങ്ങുന്നേ? 2 ബെഡ്ഷീറ്റ് എടുത്ത് ഒന്നിച്ച് പുതച്ച് അങ്ങ് കിടന്നാ മതി, അപ്പൊ ചൂട് കിട്ടും. എന്നാൽ AC കുറച്ചു വെക്കാൻ സമ്മതിക്കില്ല അല്ലേ? നോ. ഈയിടെയായിട്ട് മിഥുനേട്ടന് ഒട്ടും മനസാക്ഷി ഇല്ലാതായിരിക്കാം. നിനക്ക് ഭയങ്കരമായിട്ടുണ്ടല്ലോ. മിഥുനേട്ടാ, കൂടുതലും വേണ്ട കുറവും വേണ്ട, മീഡിയത്തിൽ വെച്ചൂടെ? നോ വേ, എനിക്ക് നല്ല കൂളിംഗ് വേണം. അതല്ല മിഥുനേട്ടാ, സഹകരിക്ക്. പറ്റത്തില്ല, എനിക്ക് തണുപ്പ് ഇത് വീട് മേഘനെ, ഇങ്ങോട്ട് തരുന്നുണ്ടോ? ഇങ്ങോട്ട് താ മിഥുനേട്ടാ, പറഞ്ഞത്. മിഥുനേട്ടാ, ഇങ്ങോട്ട് തരാനാ പറഞ്ഞേ. മേഘനെ, ഇതിനകത്തെ ബാറ്ററി ഇവിടെ പോയി. അതിന് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഹാപ്പി ആയിട്ട് ബെഡ്ഷീറ്റ് പുതച്ച് കിടക്കാൻ നോക്കും. ഇത്രയും സാഡിസം ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. ബട്ട് ദിസ് ഈസ് മൈ കംഫർട്ട്, യു നോ. ഒരാളുടെ കംഫർട്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇന്ന് ഞാൻ ഈ മുറി കിടക്കുന്നില്ല, ഞാൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണേ. ഇറ്റ്സ് യുവർ ചോയ്സ്. നാളെ ജഡ്ജി മാഡം വന്നു നിങ്ങൾ എന്താ ഒരു മുറി കിടക്കാത്തെന്ന് ചോദിച്ചാൽ ഐ ആം നോട്ട് ആൻസറബിൾ ഫോർ ദാറ്റ്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട.
ചന്ദ്രനെ പോലെ തെളിഞ്ഞ മനസ്സാണ് മിഥുനേട്ടന്. പക്ഷെ ഇപ്പോഴേ ചന്ദ്രനെ മേഘങ്ങൾ ആവരണം ചെയ്തിരിക്കുക. ആ മേഘങ്ങൾ അകന്നു പോയി കഴിയുമ്പോ സ്വച്ഛമായ പൂനിലാവ് പുറത്തു വരും. ആ നിലാവിനെ കാണാനാ ഞാൻ കാത്തിരിക്കുന്നത്. അച്ഛമ്മേ, അച്ഛമ്മ ഇന്നും ടാബ്ലറ്റ് കഴിച്ചില്ല അല്ലേ? എന്നാ ഇതാദ്യം കഴിച്ചേ. ഞാൻ മറന്നാലെന്താ, നീ മറക്കാണ്ട് അതെനിക്ക് കൊണ്ട് തരുമെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കാറില്ല. മഞ്ജരി കാലത്ത് എവിടുന്ന് പോയതാ? ഇതുവരെ ആള് തിരിച്ചെത്തിയില്ലല്ലോ. അരുണിമേച്ചിയുടെ ഫ്രണ്ട്സ് ലഞ്ച് കഴിക്കാൻ വരില്ലേ? അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യാൻ വേണ്ടി അവളെ കിടന്ന് പാടുപെടുക. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടാ അത് കഴിക്കാൻ അവരെന്തുമാത്രം പാടുപെടും. വിവേകേട്ട മഞ്ജരിയാണെന്ന് തോന്നുന്നു. അവിടെ വെച്ചേക്ക്. ഞാൻ നിന്നെയും കാത്തിരിക്കായിരുന്നു. എവിടെ പോയതാ? അരുണിമാൻഡിയുടെ ഫ്രണ്ട്സ് ലഞ്ച് കഴിക്കാൻ വരുന്നില്ലേ, സോ അവർക്ക് വേണ്ടി സ്പെഷ്യൽ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, ബർഗർ, ന്യൂഡിൽസ് അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ അതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങാൻ പോയതാ. ഐ റിയലി അപ്രീഷിയേറ്റ് യു മഞ്ജരി. ചേച്ചിക്ക് വേണ്ടിയല്ലേ ഈ പാടെല്ലാം? വീട്ടിലെ മരുമകളായ അതെന്റെ കടമയല്ല ആന്റി. അന്യരെ പോലെ ഞാനൊന്നും അറിഞ്ഞില്ലെന്നും പറഞ്ഞ് നിക്കാൻ പറ്റൂ? അതിന് നീ ഇതുവരെ ഇവിടുത്തെ മരുമോൾ ആയില്ലല്ലോ മഞ്ജരി. അതിന് മുന്നേ തന്നെ എന്തിനാ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ? ഇനി ഒരു പക്ഷെ അത് നടന്നില്ലെങ്കിലോ? വാട്ട് യു മീൻ? അതല്ല, ഏതു നേരം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കണ്ണീർ കിട്ടില്ലേ, അതാ ഏട്ടൻ ഉദ്ദേശിച്ചെ. അല്ലേ ഏട്ടാ? എക്സാക്ട്ലി. കണ്ണും കണ്ണീറൊന്നുമില്ല. നോൺസെൻസ്. ഓൾറെഡി മിഥുന്റെ മേഘനയുടെയും ഡിവോഴ്സ് കേസ് കോടതിയിൽ കിടക്കുക. ഡിവോഴ്സ് കിട്ടാൻ ഇനി ദിവസങ്ങൾ മാത്രം. അത് കഴിഞ്ഞാ പിന്നെ മേഘന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും മഞ്ജരി ഈ വീട്ടിലെ മരുമകളുടെ സ്ഥാനത്തേക്ക് അരങ്ങേറുകയും ചെയ്യും. മനുഷ്യനൊന്ന് തീരുമാനിച്ച ദൈവം വേറൊന്ന് തീരുമാനിക്കുന്ന ഇപ്പൊ ഏത് കഥ എങ്ങനെ മാറി മറിയുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല ചെറുമേ. ദൈവത്തിന്റെ വികൃതികളെ നമ്മൾ വിചാരിച്ചത് നടത്തില്ല, വിചാരിക്കാത്ത മഹാത്ഭുതവും നടക്കും. അതുകൊണ്ടേ ഓരോന്ന് നടക്കും വരെ നമ്മൾ നെകളിക്കാൻ പാടില്ല. ആ പറഞ്ഞത് 100% ശരിയാ. നിനപ്പതെല്ലാം നടന്നു വിട്ടാൽ ദൈവം ഏതുമില്ലേ, നടന്നதை നിനത്തിരുന്നാൽ அமைதி எங்குமில்லை. நினப்பதெல்லாம் நடந்து விட்டால் தெய்வம் ஏதுமில்லை, നടന്നதை നിനത്തിരുന്നാൽ. വിവേക്, എന്തിനാണ് ചിരിക്കുന്നത്? ജസ്റ്റ് ഫോർ ഫൺ മൗം. ലീവ് ഇറ്റ് ആന്റി.
ഗസ്റ്റ് വരും മുമ്പ് പാചക കസർത്തൊന്ന് തീർക്കട്ടെ. തൽക്കാലം വേറൊരു കമന്റും വേണ്ട. അതിരിക്കട്ടെ, നിനക്കതിന് കുക്കിംഗ് അറിയില്ലല്ലോ മഞ്ജരി. പിന്നെ നീ എങ്ങനെ ചെയ്യാൻ പോന്നെ? അതിന് വേണ്ടുന്നതൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് വിവേക്. ഓ, സ്പെഷ്യൽ ഡിഷസ് ചെയ്യാൻ വേണ്ടി 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ഷെഫ് വരുന്നുണ്ട്. അദ്ദേഹം എത്തേണ്ട താമസേ ഉള്ളൂ. ചടപടയെന്ന് എല്ലാം നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കി വെക്കും. ഓഹോ. നീയൊന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറ. ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാനില്ലേ? ഹലോ, വേർ ആർ യു മിസ്റ്റർ കുമാർ? ഐ എം ഓൺ ദ വേ മാഡം. ഹാഫ് ആൻ അവറിൽ എത്തും ഞാൻ. ഗുഡ് ഗുഡ്, കം ഫാസ്റ്റ്. അരമണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞേ. ഗുഡ്. മഞ്ജരി, നിന്റെ ഐഡിയാസും പ്ലാൻസും വേറെ ലെവലാട്ടോ. കം. Yeah. അതിരിക്കട്ടെ, അരുണിമ എവിടെ പോയടാ? ഫൈനലി ദ മെയിൻ തിങ്, അടുത്ത് തന്നെ സർക്കാർ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് എൻ്റർ കോസ്റ്റിന് നമ്മുടെ കമ്പനി മേജറായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷെയർസ് വൈസ് ഇതിന്റെ പെർസെൻറ്റേജസും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്കും നിങ്ങൾക്കും മ്യൂച്വൽ പ്രോഫിറ്റും ഉണ്ടാവും. ആൻഡ് വി ഹാവ് ഡിസൈഡ് ടു ഇൻവെസ്റ്റ് 51%. ബാക്കിയുള്ളത് നിങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്താൽ ഒന്നിച്ചൊരു വലിയ പ്രോജക്റ്റ് ചെയ്ത പോലെയാവും. നല്ല ലാഭവും കിട്ടും. ഡിസിഷൻ ഈസ് യുവേഴ്സ്. ഓക്കെ മിസ്റ്റർ മിഥുൻ, നിങ്ങളുടെ പ്രപ്പോസൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. 49% ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ വിശ്വാസത്തിന് ഒത്തിരി നന്ദിയുണ്ട്. ടെൻഡർ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തതും വീണ്ടും ഒരു മീറ്റിംഗും കൂടി കൂടാം. കോഡ് എസ്റ്റിമേറ്റ് ചെയ്യാനായി. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഈശ്വര, ഗസ്റ്റ് വരാനുള്ള ടൈമായല്ലോ. അടുക്കളയിലാണെ ഒരു അനക്കവും കാണാനില്ല. അവര് വരും മുമ്പ് വലുതൊക്കെ നടക്കുവോ? നടന്നില്ലെങ്കിലേ അരുണിമ മഞ്ജരിയെ എടുത്തിട്ട് ചവിട്ടി കൂട്ടില്ലേ? മഞ്ജരി, ആ ഷെഫിനെ കാണുന്നില്ലല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഹലോ മാഡം. ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യാ? സോറി മാഡം, എന്റെ അമ്മായിക്ക് ആക്സിഡന്റ് ആയെന്ന ഇപ്പോഴൊരു കോൾ വന്നു. ക്രിട്ടിക്കൽ കണ്ടീഷനാ. എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഐ എം എക്സ്ട്രീംലി സോറി മാഡം. ഹലോ ഹലോ, എന്തു പറ്റി മഞ്ജരി? ഷെഫ് മുങ്ങി ആന്റി. അയാളുടെ അമ്മായിക്ക് എന്തോ ആക്സിഡന്റ് ആയിന്ന്. വരുന്നില്ല, അങ്ങോട്ട് പോവുകയാണെന്ന്. ശോ, അവർക്ക് ആക്സിഡന്റ് ആവാൻ കണ്ടൊരു നേരം. ഇനി നമ്മുടെ ചേച്ചി തല്ലി കൊല്ലുമല്ലോ. അയ്യോ, അച്ഛമ്മേ, പണി പാളി. വല്യേട്ടനും വല്യമ്മയും വരാനുള്ള സമയമായിട്ടുണ്ട്. നിർമ്മല, നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടോളൂ. ഞാനും അപ്പോഴത്തേക്ക് വീട്ടിലെത്തും. നിങ്ങൾ വരുമ്പോഴേക്കും കഴിക്കാനുള്ളതെല്ലാം അവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ശരി, ബൈ, സി യു. നിർമ്മലയോടും ഫാമിലിയോടും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, മഞ്ജരി കുക്കിംഗൊക്കെ എവിടെ വരെ എത്തിച്ചോ എന്തോ. അരുണിമാന്റിയാണല്ലോ വിളിക്കുന്നത്. ഇപ്പൊ എന്താന്നും പറയാ?
എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലക്ക്. നീ ആദ്യം ഫോൺ എടുക്ക്. ഹലോ ആന്റി. മഞ്ജരി, നിർമ്മലി കൂട്ടരും വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വന്നാ സ്വീകരിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. അതോർത്ത് ആന്റി വിഷമിക്കണ്ട. ഗുഡ്. ഒരു കുറവുമില്ലാതെ നോക്കിക്കോളണേ. ഞാനും ഇതിനും വന്നോണ്ടിരിക്കും. ഇപ്പൊ അങ്ങോട്ടെത്തും. ഓക്കെ ആന്റി. ഓ ഗോഡ്, ഗസ്റ്റും ആന്റി എല്ലാവരും ഒന്നിച്ചാ വരുന്നേ. ഞാനിപ്പോ എന്ത് ചെയ്യും? വയ്യാത്ത പട്ടിയെ വീമ്പും പറഞ്ഞ് കയ്യാല് കയറിയ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ഉള്ളി പോയ ആശാരി പോലെ ആയില്ലേ? Let's do one thing. പെട്ടെന്ന് ഏതെങ്കിലും 5-star ഹോട്ടലിൽ വിളിച്ച് ഓർഡർ ചെയ്ത് നീ ഫുഡ് വരുത്ത്. ശരി ആന്റി. ഒത്തിരി കാലം കഴിഞ്ഞ് വരുന്നവരാ. ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് മേടിച്ചു കൊടുത്താൽ എന്ത് വിചാരിക്കും? അരുണിമയെ അത് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആവില്ലേ? മേഘനെ, വേദി ഇനി നീ കൈയടക്കേ പറ്റൂ. അരുണിമയുടെ മാനം കാക്കാൻ നിനക്കേ പറ്റുമോളെ. വാട്ട് അങ്കിൾ? വരുന്നത് ഫോറിൻ ഗസ്റ്റാ. അവർക്ക് ഈ പട്ടിക്കാട്ടുകാരി ഉണ്ടാക്കുന്ന ഒന്നും ഇഷ്ടാവില്ല. വെറുതെ നാണം കെടാന്നേ ഉള്ളൂ. ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തിക്കോളാം. ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിലും ഏത് പട്ടിക്കാട്ടിലാണെങ്കിലും അങ്ങനെ കൊടുക്കുന്നതാ മര്യാദ. മേഘനെ, എനിക്ക് വേണ്ടി മോള് ചെയ്യാൻ. അച്ഛനെന്തിനാ അങ്ങനെ പറയുന്നേ? ഈ കുടുംബത്തിന്റെ മാനം കാക്കേണ്ടത് എന്റെ കടമയല്ലേ? ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ആജ്ഞാപിച്ചാ മതി. അല്ല, അവരങ്ങ് തെക്കൻ കേരളത്തിലുള്ളവരല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ല തെക്കൻ സൈഡ് ഫുഡ് ഉണ്ടാക്കാം. നല്ല മുളകിട്ട മീൻകറി, തേങ്ങാപ്പാൽ ഒഴിച്ച സ്റ്റ്യൂ, പുട്ടും കടലയും ഇടിയപ്പവും പാലും എല്ലാവർക്കും ഇഷ്ടാവും. ഓ എന്റെ ഏട്ടത്തി, കേൾക്കുമ്പോ തന്നെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളമായി. എന്നാ പിന്നെ പെട്ടെന്ന് തുടങ്ങിയാലോ? ഞാനും സഞ്ജരിയും കട്ടയ്ക്കൊപ്പം തന്നെ കാണും. വാടി വാടത്തി, നമുക്ക് പൊളിച്ചളയാം. മഞ്ജരി, മേഘനയുടെ കുക്കിംഗ് ഒക്കെ കഴിയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോഴേക്കും നീ പെട്ടെന്ന് ഹോട്ടലിൽ നിന്ന് കോണ്ടിനെന്റൽ ഡിഷസ് ഒക്കെ ഓർഡർ ചെയ്തേക്ക്. ഈ ക്രെഡിറ്റ് ഒരിക്കലും മേഘനയ്ക്ക് കിട്ടരുത്. ഓക്കെ ആന്റി. മഞ്ജരി, മഞ്ജരി, ലഞ്ച് റെഡിയല്ലേ? ആന്റി, വാട്ട് ഈസ് ദിസ് മഞ്ജരി? ആന്റി അത് നീ പറഞ്ഞതൊന്നുമല്ലല്ലോ ഉണ്ടാക്കിയത്. അവർക്ക് വേണ്ടി കോണ്ടിനെന്റൽ ഡിഷസ് ഉണ്ടാക്കാന്നല്ലേ നീ പറഞ്ഞിരുന്നത്? എന്നിട്ട് എന്തിനാ ഈ ലോക്കൽ ഡിഷസ്? ഹായ് അരുണിമ. ഹായ് നിർമ്മല, സുഖാണോ? ജേട്ടാ, ഇങ്ങോട്ട് വന്നേ. മൈ ഹസ്ബൻഡ് ജയദേവനന്ദൻ. സുഖല്ലേ? ഞാൻ എന്റെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. ഹീസ് മൈ ഹസ്ബൻഡ് വിനോദ്. നമസ്കാരം. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിന്റെ അനിയൻ ശേഖർ, അദ്ദേഹത്തിന്റെ വൈഫ് ശാല. നമസ്കാരം. നമസ്കാരം. വാവ്, ഇറ്റ് സ്മെൽസ് സൂപ്പർ. ഞങ്ങൾക്ക് കഴിക്കാൻ എന്തൊക്കെയാ ഉണ്ടാക്കിയിട്ടുള്ളത്? മണം മൂക്കിനകത്തേക്ക് കേറുന്നു. ഇതെന്താ? ഇതാണോ നീ ഉണ്ടാക്കിയേ? മേഘനയോട് പറഞ്ഞ അനുസരിക്കണ്ടേ? സത്യം മനസ്സിലാക്കി ആന്റി തുള്ളുന്നതിന് മുമ്പ് ഞാൻ ഓർഡർ ചെയ്ത ഡിഷസ് വന്നിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അല്ല നിർമ്മലേ, അത് താങ്ക് യു സോ മച്ച് അരുണിമേ.
യുനോ ഞങ്ങള് ലണ്ടനിൽ നിന്ന് വന്നതുകൊണ്ട് എവിടെ ചെന്നാലും എല്ലാവരും പിzzയും ബർഗറും ന്യൂഡിൽസും ഒക്കെയാ സെർവ് ചെയ്യുന്നേ. നമ്മുടെ നാടൻ ഫുഡ് എവിടെയും കിട്ടിയിട്ടില്ല. അതും നമ്മുടെ തെക്കൻ കേരളത്തിലെ ആൾക്കാരുടെ ഫുഡ് കാണുമ്പോ തന്നെ കൊതിയൂറും. ഇങ്ങനെയെല്ലാം നിരത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോ ആനയെ തിന്നാനുള്ള വിശപ്പാ. ലേറ്റ് ആക്കണ്ട, എല്ലാവരും ഇരിക്കുക. Come on, please. Wow, delicious. Very tasty. അതൊക്കെ ഇരിക്കട്ടെ, ആരുടെ കൈപുണ്യം? ഞങ്ങളുടെ മരുമോള് മഞ്ജരി. വലിമേ, മഞ്ജരി ആരാ? ഷീസ് മഞ്ജരി, ഞങ്ങളുടെ മോന്റെ മഞ്ജരി ഞങ്ങളുടെ വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ടാ. ഓ റിയലി? വെരി നൈസ്. നല്ല സ്വാദുണ്ട് കേട്ടോ എല്ലാം. താങ്ക് ഗോഡ്. സത്യം പറഞ്ഞിരുന്നെങ്കിൽ വടയക്ഷി അരുണിമാന്റെ പാലമരത്തിൽ കേറിയനെ. ചിക്കൻ സ്റ്റൂ അടിപൊളി. ഇതിന്റെ റെസിപ്പി എങ്ങനെയാ? റെസിപ്പിയിൽ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാ ഉണ്ടാക്കിയത്. പക്ഷെ ഞാനിതില് മസാലയൊക്കെ അമ്മയിൽ അരച്ച ചേർത്തത്. ആന്റി ആന്റി എരിശ്ശേരി ഒഴിച്ചില്ലല്ലോ. ഇതൊന്ന് നോക്കിക്കോ, നല്ല സ്വാദാ. മതി. ഈ സ്വീറ്റും അടിപൊളി. യമ്മി. അതും ഞാൻ തന്നെ ഉണ്ടാക്കിയേ. വാവ്, നല്ല വെറൈറ്റി ടേസ്റ്റാ. എങ്ങനെ ഉണ്ടാക്കി? അത് നിഷ്പ്രയാസമല്ലേ, 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. എന്നാലേ എനിക്ക് ഒരു കപ്പൂടെ വേണം. ഓക്കെ, ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ, സ്വീറ്റ് തീർന്നല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? സോ സോറി, സ്വീറ്റ് തീർന്നു പോയി. ഓ, ബാഡ് ലക്ക്. അയ്യോ, അതിനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അങ്കിൾ. മഞ്ജരി, ഇത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ പറഞ്ഞേ? ചെന്നുണ്ടാകും. അയ്യോ, നല്ല 20 പണിയാ മഞ്ജരിക്ക് കിട്ടിയ. നീ എന്താ മഞ്ജരി നോക്കി നിൽക്കുന്നത്? ചെന്തുണ്ടാക്ക്. ഓ, അതൊന്നും വേണ്ട അരുണിമേ. ഇനി അവളെ ബുദ്ധിമുട്ടിക്കണ്ട. നോ നോ, മഞ്ജരിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. അവൾ ഇപ്പൊ ഉണ്ടാക്കും. ചെല്ലു മഞ്ജരി. യാ, ഓക്കെ ആന്റി.
വായടച്ച് നിൽക്കാനുള്ളതിന് വേണ്ടാത്ത വീമ്പെടുക്കാൻ പോയോണ്ടല്ലേ ഇങ്ങനെ അവരെന്നെ ബുക്ക് ചെയ്ത് കളഞ്ഞത്.